സുൽത്താൻ ബത്തേരിയിലെ ആശുപത്രികളിൽ കൂട്ടത്തോടെ ചികിത്സ തേടിയ കോളിയാടി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ബ്ലഡ് കൾച്ചർ പരിശോധനാ ഫലം ഇന്ന് ലഭിക്കും. പരിശോധനാ ഫലം പുറത്തുവരുന്നതോടെ കുട്ടികൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമാകുമെന്നാണ് പ്രതീക്ഷ. ചികിത്സ തേടാത്ത മറ്റു കുട്ടികളെയും നിരീക്ഷിക്കുന്നുണ്ട്. ജില്ലയിലെ മുഴുവൻ സ്കൂളുകളിലെയും കുടിവെള്ളം പരിശോധിക്കാൻ മന്ത്രി ടി സിദ്ദിഖ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി ലിൻഡോ ചേരുന്നുണ്ട്. ലിൻഡോ, എന്താണ് വാർത്തകളുടെ വിശദാംശങ്ങൾ? ഹർഷൻ, ബത്തേരി കോളിയാടി AUP സ്കൂൾ ബാർബസോലസ് AUP സ്കൂളിലെ വിദ്യാർത്ഥികളാണ് കഴിഞ്ഞ 4 ദിവസമായി കൂട്ടത്തോടെ ബത്തേരിയിലെ സ്വകാര്യ ആശുപത്രികളിലും താലൂക്ക് ആശുപത്രിയിലുമായി ചികിത്സയിലുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള രക്തപരിശോധനാ ഫലമാണ് ഇന്ന് പുറത്തു വരിക. പ്രാഥമികമായി വെള്ളത്തിൽ നിന്നുണ്ടായ ഇൻഫെക്ഷൻ ആകാം എന്നാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനമെങ്കിലും ഇന്ന് ബ്ലഡ് കൾച്ചറൽ പരിശോധനാ ഫലം പുറത്തു വരുന്നതോടുകൂടി മാത്രമാണ് എന്താണ് സംഭവിച്ചതെന്നത് വ്യക്തമാവുകയുള്ളൂ. നിലവിൽ 255 വിദ്യാർത്ഥികളാണ് ഈ ബത്തേരിയിലെ വിവിധ ആശുപത്രികളിലായി ചികിത്സ തേടിയത്. ഇതിൽ 97 വിദ്യാർത്ഥികൾ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ടി സിദ്ദിഖ് ഈ ആശുപത്രിയിലുള്ള വിദ്യാർത്ഥികളെ സന്ദർശിക്കുകയും ആശുപത്രിയിൽ യോഗം ചേരുകയും ചെയ്തിരുന്നു. ഈ യോഗത്തിലാണ് ഈ സ്കൂളിൽ പഠിക്കുന്ന മറ്റു വിദ്യാർത്ഥികളെയും ലക്ഷണങ്ങളൊന്നും കാണിക്കാത്ത മറ്റു വിദ്യാർത്ഥികളെയും നിരീക്ഷിക്കാനുള്ള തീരുമാനമെടുത്തത്. ഒപ്പം ജില്ലയിലെ മുഴുവൻ സ്കൂളുകളിലെയും വെള്ളം പരിശോധനയ്ക്ക് അയക്കാനും ആയിട്ടുള്ള ഒരു കർശന നിർദ്ദേശം കൂടി മന്ത്രി ടി സിദ്ദിഖ് നൽകിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരുക്കങ്ങൾ ഈ നെന്മേനി പഞ്ചായത്തിൽ വാർഡ് തലത്തിൽ തിരിച്ച് ഓരോ വിദ്യാർത്ഥികളെയും നിരീക്ഷിക്കാനുള്ള സൗകര്യം പഞ്ചായത്ത് തലത്തിലും ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിലൊക്കെ എടുത്തിട്ടുണ്ട്. ഹർഷൻ, ഇതുമായി ബന്ധപ്പെട്ട് ഈ രക്തപരിശോധനാ ഫലം ഇന്ന് വന്നാൽ മാത്രമേ എന്താണ് വിദ്യാർത്ഥികൾക്ക് സംഭവിച്ചിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കാൻ സാധിക്കൂ. ലിൻഡോയാണ് വിവരങ്ങൾ നൽകിയത്.